വെൽക്കം ബാക്ക് പെർഫോമൻസ് മെക്കാനിക് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ബെൻസ് കാറിൻ്റെ യൂസ്ഡ് പാർട്സ് കിട്ടുന്ന ഒരു ഷോപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് യൂസ്ഡ് പാർട്സുകൾ അവർ കളക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചത്. കാരണം ഇത് ഷാർജ അൽനാദ ഭാഗത്തുള്ളൊരു ഷോപ്പ് കേട്ടോ. അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പുറത്ത് അവർ ഇങ്ങനെ ഒരു എസ് ക്ലാസ് ബെൻസിൻ്റെ ഒരു ക്വാർട്ടർ പാനൽ മുതലുള്ളൊരു പീസ് അവർ കട്ട് ചെയ്തിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഷോപ്പിൽ കയറാൻ വിചാരിച്ച്. അങ്ങനെ ആ ഒരു ഷോപ്പിനകത്ത് കയറിയിട്ട് കുറേ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അവിടെ ഒരുപാട് പാർട്സുകളുണ്ട് അവരുടെ അടുത്ത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഷാർജ അൽനാദ ഭാഗത്തുള്ളൊരു ഷോപ്പ് കേട്ടോ. ഇതിന് മുന്നേ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതും ഈ ഏരിയയിലുള്ള ഒരു ഷോപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു എസ് ക്ലാസ് ബെൻസ് അതിൻ്റെ ഇങ്ങനെ ഒരു റിയറിലെ പീസ് അവർ കട്ട് ചെയ്തിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. S500 ആണിത്. അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ ഒരു മോസ്റ്റ് എക്സ്പെൻസീവ് ഉള്ളൊരു കാറാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഷോപ്പിൽ ഇന്ന് കയറിയിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നാട്ടിൽ ഇതേപോലെ ഒരു എസ് ക്ലാസിൻ്റെ ഒരു വയറിങ് ഒരു ടീം റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി അപ്പോൾ അതിന് കുറേ ടൈമൊക്കെ കൊടുക്കും റീപ്ലേസ് ചെയ്യുക. അപ്പോൾ മോസ്റ്റ് ടഫായിട്ടുള്ളൊരു വർക്കാണ് ഈ ഒരു എസ് ക്ലാസിൻ്റെ വയറിംഗ് ഒക്കെ മാറുക എന്ന് പറയുമ്പോൾ. അപ്പോൾ ആ ഒരു വയറിങ് ഹാർനസ് അപ്പോൾ ഞാൻ ഇവിടെ കാണാം. ഈ ഒരു വയറിങ്ങിൻ്റെ ഈ ഒരു കിറ്റിന് നല്ല സംഖ്യ വരണ്ട കേട്ടോ. ഈ ഒരു സംഭവത്തിന് ഇത്ര കോടി രൂപേൻ്റെ സാധനം അവിടെ ഇങ്ങനെ കിടക്കുന്നത്. പുതിയ മോഡൽ എസ് ക്ലാസ് ബെൻസാണ്. ഇതിൻ്റെ ഫിനിഷിംഗ് ഒക്കെ കണ്ടല്ലറിയാം, അടിപൊളി സാധനം അത്. ആ റിയറിലെ ക്വാർട്ടർ പാനൽ ഭാഗങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ ഇവിടെ ബോഡീൻ്റെ പാർട്സും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ബോഡീൻ്റെ ഫ്രണ്ടിലെ പില്ലറ്, A പില്ലറ്, B പില്ലറ്, അതുപോലെ ക്വാർട്ടർ പാനൽ, അതേപോലെ തന്നെ ക്രോസ് ബമ്പർ, ഫ്രണ്ട് ക്രോസ് ബമ്പർ, റിയർ ക്രോസ് ബമ്പർ, അതേപോലെ ഫ്യൂവൽ ടാങ്ക്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ ഒരു എൻജിൻ കാണാം. ഈ ഒരു എൻജിൻ പുതിയ എൻജിനാണ്. അത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓയിൽ ലീക്ക് ഒരു കംപ്ലയിൻ്റ് ഒന്നുമില്ല, പുതിയ എൻജിനാണ്. അതുപോലെ ഇവിടെ ഒരു C ക്ലാസ് ആണെന്ന് തോന്നുന്നു ഈ കാറ്. അതേപോലെ ഇവിടെ ഇങ്ങനെ കുറേ എൻജിനൊക്കെ അവർ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ഗിയർ ബോക്സ് ഉണ്ട്. ഇത് ഏതൊരു സ്പോർട്സ് കാറിൻ്റെ ഗിയർ ബോക്സ് ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ടോർക്ക് കൗണ്ടറിൻ്റെ ലേശം വലുപ്പം കുറവാണ്. ഇവിടെയുള്ള സാധനങ്ങളൊക്കെ ലേശം എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ. ഒരുപാട് എൻജിനും അതേപോലെ തന്നെ ഇത് ഈ ഒരു ഷോപ്പിൻ്റെ ഉൾഭാഗത്ത് കേട്ടോ. ഇപ്പോൾ ഇവിടെ കുറേ സ്റ്റെയറിംഗ് വീലൊക്കെ കാണാം. സ്റ്റെയറിംഗ് വീല് പല ടൈപ്പിലുള്ള സ്റ്റെയറിംഗ് വീലുണ്ട്. എയർ ബാഗും സ്റ്റെയറിംഗ് വീലും ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അതിലുള്ള ലൈറ്റ് ഒരുവിധം ഒട്ടുമിക്ക മോഡലിൻ്റെ ലൈറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ ഇവിടെ ഒരു AMGൻ്റെ ബ്രേക്ക് ഡിസ്ക് അവിടെ കാണുന്നത്. ഏതൊരു എക്സ്പെൻസീവ് കാറിൻ്റെ ബ്രേക്ക് ഡിസ്ക്കാണ്. ഏതാ മോഡൽ എനിക്ക് കറക്റ്റ് മനസ്സിലാവില്ല. ഇതിന് ഒരു ഡിസ്ക് തന്നെ 4 ബ്രേക്ക് പാഡ് വരുന്നുണ്ട്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഏതൊരു സ്പോർട്സ് കാറിൻ്റെ ബ്രേക്ക് ഡിസ്ക്കും കാലിബറൊക്കെയാണ് കാണുന്നത്. അതേപോലെ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ അവരിങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ കാണുന്നതൊക്കെ ഇത് മൊഡ്യൂളാണെന്ന് തോന്നുന്നു. ഇത് റൂഫ് ലൈറ്റാണ് കാണുന്നത്. റൂഫിൽ വരുന്ന ലൈറ്റുകളാണ് ഈ ബെൻസിൻ്റെ പല മോഡലിൻ്റെ. അതേപോലെ AC വെൻറ്റ്, ഇതൊക്കെ എല്ലാം എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അങ്ങനെ കിട്ടാൻ ചാൻസ് കുറവാണ്. അതേപോലെ ഇവിടെ റേഡിയോകൾ, AC വെൻറ്റ്, LCD ഡിസ്പ്ലേകൾ, ആൾട്ടർനേറ്റർ, അതേപോലെ ഇവിടെ കുറേ ഒന്ന് സാം വന്നു, ഫ്രണ്ട് സാം, റിയർ സാമൊക്കെയാണ് കാണുന്നത്. അതുപോലെ ഹെഡ്ലൈറ്റ്, ഇത് ഹെഡ്ലൈറ്റിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റിൻ്റെ മൊഡ്യൂളാണ് പോകുന്നത്. അതുപോലെ ആൾട്ടർനേറ്റർ, ABS മൊഡ്യൂൾ, പഴയ മോഡൽ വാഹനത്തിൻ്റെ ABS മൊഡ്യൂളാട്ടത്. ABS മൊഡ്യൂളൊക്കെ ചില വണ്ടിക്ക് ഇങ്ങനെ അടിച്ചു പോകുന്നുണ്ട്. ഇത് ഈ ഷോപ്പിൻ്റെ മാനേജറാട്ടോ അവിടെ ഇരിക്കുന്നത്. അതേപോലെ മൂപ്പർക്ക് ചുറ്റും ഫുള്ള് സാധനങ്ങളാണ്. ഇവിടെ ഇതിൻ്റെ ക്ലസ്റ്ററാണ് കാണുന്നത്. ക്ലസ്റ്ററും പല ടൈപ്പ് വാഹനത്തിൻ്റെ ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ആക്സിഡൻ്റ് ആയ വാഹനത്തിൻ്റെയൊക്കെ അവർ കളക്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല സാധനങ്ങളാവാനാണ് സാധ്യത. ഇവിടെ ഈ കാണുന്നതൊക്കെ പവർ വിൻഡോൻ്റെ സ്വിച്ചുകൾ കേട്ടോ. പവർ വിൻഡോൻ്റെ സ്വിച്ചുകൾ, അതേപോലെ ഷോക്ക്, ആക്സിലൊക്കെ ഒന്നായിരം കൊണ്ടുവച്ചിട്ടുണ്ട്. അതുപോലെ സെൻട്രൽ കൺസോൾ, ഇത് സെൻട്രൽ കൺസോളാണല്ലോ. AC വെൻറ്റ്, റേഡിയോ, ക്ലോക്ക് സ്പ്രിങ്, മിറർ, എല്ലാ മോഡൽ വാഹനത്തിൻ്റെ മിററും ഉണ്ട് ഇവിടെ. മിററിനൊക്കെ നല്ല വില ഉണ്ട് ബെൻസിൻ്റെ. ഇവിടെ റേഡിയോ, പല ടൈപ്പ് റേഡിയോ ഉണ്ട്. ഇത് പഴയ മോഡൽ റേഡിയോകളാണ് കാണുന്നത്. ഒരു ക്ലോക്ക് സ്പ്രിങ് കാണുന്നുണ്ട്. ഈ ഒരു ക്ലോക്ക് സ്പ്രിങ് പെട്ടെന്ന് പൊട്ടിപ്പോട്ടോ ചില ഈ ബെൻസിൻ്റെയൊക്കെ. അതുപോലെ ഇവിടെ അതിൻ്റെ സ്റ്റെയറിംഗ് റാക്ക് കാണാം. സ്റ്റെയറിംഗ് റാക്കും ചില വാഹനങ്ങൾക്ക് പെട്ടെന്ന് അടിച്ചുകൊണ്ട് വെള്ളത്തിൽ കൂടിയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെയറിംഗ് റാക്ക് അടിച്ചു. അവിടെ അതിൻ്റെ കുറേ എൻജിനുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എൻജിന് കുറേ പുതിയ മോഡൽ എൻജിനൊക്കെ ആയിട്ടുള്ളത്. ഇത് W12 V8 എൻജിൻ അതൊക്കെയാണ്. ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒട്ടുമിക്ക എൻജിൻ ഇവിടെ കാണുന്നത് V8 കേട്ടോ. V8 പെട്രോൾ എൻജിനാണ് കൂടുതലുള്ളത്. V8 എൻജിനിലെ എക്സ്പെൻസീവാണ്. ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഈ ഒരു ചെറിയ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക.